നമ്മുടെ കൃഷിയിൽ നിന്ന് പറിച്ച കോവയ്ക്ക തീയിൽ വയ്ക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ തേങ്ങ വറക്കുക. നമ്മുടെ തേങ്ങ ഒരുമാതിരി ചുവപ്പം പരുവായി കഴിഞ്ഞപ്പം അതിലോട്ട് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടിന്ന് തീയിലാകുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി അതിന് ഇടാവും. അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച്. ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലോട്ട് നമ്മൾ അരി വെച്ചിരുന്ന കോവയ്ക്ക ഇടുകയാണ്. ഒന്ന് വാടട്ടെ. പെട്ടെന്ന് വാടിക്കിട്ടാൽ ശകല ഉപ്പും കൂടെ ഇടണം. ഒന്ന് ഇളക്കണം. ഇതൊന്ന് വാടി വരട്ടെ. വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്ന ചെറിയുള്ളി ഇടണം. ഒന്ന് വാടിയ ശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിന് ഒന്ന് വാടണം. ആ സമയം കൊണ്ട് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് നമ്മൾ ഈ കോവയ്ക്കയിലിടുകയാണ്. ചുവന്നുള്ളിയും കോവയ്ക്കായും പച്ചമുളകും കൂടെ വഴറ്റിയ ഒഴിച്ച്. ചുവന്നുള്ളിയും കോവയ്ക്കായും പച്ചമുളകും കൂടെ വഴറ്റിയ ഇതിലോട്ട് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ആവശ്യത്തിന് പറയുമ്പം കുറേ വെള്ളം ചേർക്കരുത്, തീയലല്ലേ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കുറച്ച് വെള്ളം. ഒന്ന് നല്ലതായിട്ട് തിളച്ച് ഒന്ന് പറ്റി വരട്ടെ. പറ്റിയിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇറക്കി വെച്ചിട്ട് കടുക് താളിക്കാം. ചീനിച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇടണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടാം. തീ ഓഫ് ചെയ്യുന്നു. കറിക്കകത്തോട്ട് ഒഴിക്കുന്നു. ഇതാ നമ്മുടെ നല്ല കോവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിരിക്കുന്നു. എന്തൊരു നല്ല മണം, നല്ല മണമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഊണിന് ഇന്ന് ചെറിയുള്ളിയും കോവയ്ക്ക തീയലും തുണ്ടമീൻ കറി വെച്ചതും നെല്ലിക്ക വെള്ളക്കിട്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സപ്പോർട്ടും ചെയ്യുക.